ശ്രീ ശിവപ്രസാദ്, ഇപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് വീതം വെപ്പിന്റെ ഭാഗമായിട്ടാണ് സിസ തോമസ് അടക്കമുള്ളവർ ആ ചുമതലകളിൽ എത്തിയത് എന്നതാണ്. മോഹനൻ കുന്നുമൽ അടക്കമുള്ളവരെ കുറിച്ചൊക്കെയുള്ള വിമർശനം അത് തന്നെയാണ്. അപ്പോൾ ശരിയാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് രാജേന്ദ്ര അർലേക്കർ ഈ ഗവർണർ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പൊതുഭരണത്തിലും അതിനോടൊപ്പം തന്നെ ഈ സർവകലാശാലാ ഭരണവുമായി ബന്ധപ്പെട്ട VC-മാരിലൂടെ അമിതാധികാര പ്രയോഗം നടത്തുമ്പോഴുമൊക്കെ ഇടത് സർക്കാരാണ്. ആദ്യം ആ പ്രതിസന്ധി നേരിടേണ്ടി വന്ന സർക്കാരിന് കൃത്യമായ വരവരച്ച് അതിനപ്പുറത്ത് നിർത്താൻ കഴിയാതെ പോയത് കൊണ്ടാണോ ഇപ്പോഴിതുണ്ടാകുന്നത്? അതിനു മുമ്പായി തന്നെ ചോദ്യത്തിലേക്ക് വളരെ സ്പെസിഫിക് ആയി തന്നെ ഉത്തരവുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഈ ചർച്ചയിലെ രണ്ട് സഹപാനസ്റ്റികൾ വ്യത്യസ്തമായ രണ്ട് വാദങ്ങൾ ഈ ചർച്ചയ്ക്കകത്ത് ഉന്നയിച്ചു. അതിലെനിക്ക് തോന്നി ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറേണ്ടത് സംസ്കൃത സർവകലാശാല സമരമാണ്. ആ സംസ്കൃത സർവകലാശാല സമരവുമായി ബന്ധപ്പെട്ടും വളരെ മനോഹരമായൊരു കമന്റ് KSUവിന്റെ പ്രതിനിധി നടത്തി. KSUവിന്റെ പ്രതിനിധി നിർബന്ധമായും അങ്ങനെ ഒരു കമന്റ് ഈ ചർച്ചയ്ക്കകത്ത് നടത്തേണ്ട ആളാണ്. ഞാൻ വളരെ വളരെ സ്നേഹത്തോടെ KSUവിന്റെ പ്രതിനിധിയോട് ചോദിക്കട്ടെ, ആ സംസ്കൃത സർവകലാശാലയിൽ 29 ദിവസമായി അവിടുത്തെ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. ആ സമരത്തിൽ അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിലേക്ക് ഒന്ന് കാതോർക്കാൻ കേരളത്തിലെ KSU ഇതുവരെ തയ്യാറായോ? എന്താ അവർ ഉയർത്തുന്ന സമരം? അവിടെ അധ്യാപകരില്ല സാർ പഠിപ്പിക്കാൻ. ഞാൻ നേരിട്ട് ആ സർവകലാശാല സമരത്തിനിടയ്ക്ക് പോയ ആളാണ്. ആ സമരത്തിനിടയ്ക്ക് അവിടെ പോയ ആളെന്ന നിലയിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ എന്നോട് വന്ന് കണ്ട് സംസാരിച്ച ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. 29 ദിവസം ഒരു സമരം തുടരുക, അധ്യാപകർക്ക് വേണ്ടി ക്ലാസ് മുറികളുടെ അസൗകര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അവിടെ മറ്റ് വേണ്ട ഉപകരണങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി, നല്ല കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ വളരെ ജനകീയമായ വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർത്തി 29 ദിവസക്കാലം നീണ്ടൊരു സമരത്തെ എങ്ങനെ അവിടുത്തെ വൈസ് ചാൻസലർ നേരിട്ടത്? എന്താ അതിനകത്ത് KSUവിന് ഒരു എതിർപ്പില്ലേ? കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമരം ചെയ്യുന്നവരല്ലേ? എന്തിനാ സമരം ചെയ്യുന്നത്? സമരം ഒരു സംവാദനമല്ലേ? ആ സംവാദനത്തിന്റെ ഭാഗമായി ആരാണോ അധികാരികൾ, ആ അധികാരികൾ സമരം ചെയ്യുന്നത് ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾക്ക് പരാതിയില്ലല്ലോ ഇത്രയും നാളായിട്ട്? എന്താ നിങ്ങളുടെ പ്രശ്നം? കഴിഞ്ഞ മാസം 28-ാം തീയതി സർവകലാശാലയിൽ വന്ന കഴിഞ്ഞ മാസം 17-ാം തീയതി, ജൂലൈ മാസം 17-ാം തീയതി സർവകലാശാല എത്തി സിസ തോമസ്. പിന്നെ സർവകലാശാല വരുന്ന ഓഗസ്റ്റ് മാസം 13-ാം തീയതിയാണ്. KSUവിന് പരാതിയില്ലല്ലോ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതിയില്ലല്ലോ. ആ 13-ാം തീയതി അവിടുത്തെ വൈസ് ചാൻസലർ വരുമ്പോ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ് വിദ്യാർത്ഥികളോട് ചർച്ച ചെയ്യണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന മഹാപരാധമാണ്. ഒരു കാര്യം വളരെ ഗൗരവം ഞാൻ പറയാം. ഇവിടെ നിലപാടിനെ പറ്റി പ്രിയപ്പെട്ട KSUവിന്റെ പ്രസിഡന്റ് പറഞ്ഞു. വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിശബ്ദതയാണ് നിലപാടെങ്കിൽ കോൺഗ്രസ് അതിലെ മഹാപർവ്വതം തീർക്കുന്ന സംഘടനയായി മാറും കേട്ടോ. കാരണം രാജ്യത്തും കേരളത്തിലും നിങ്ങൾ സ്വീകരിക്കുന്ന RSS അജണ്ടയുള്ള നിശബ്ദതയാണ് ഈ രാജ്യത്തെ ഈ വിധത്തിലാക്കിയത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഈ RSS അജണ്ടയ്ക്ക് വാക്തുപാട്ട് പാടുന്നവരായി കേരളത്തിൽ മാറില്ല. എന്താ RSS അജണ്ട? ഈ വിദ്യാർത്ഥി സമരത്തെ പൊളിക്കാൻ, ഈ വിദ്യാർത്ഥി സമരത്തിന് ദിശ തെറ്റിക്കാൻ, അത് ഉയർത്തുന്ന ജനകീയമായ വിഷയത്തിന്റെ കാതൽ നഷ്ടപ്പെടുത്താൻ ബോധപൂർവം RSS ഉണ്ടാക്കിയ കുക്ഡപ്പ് സ്റ്റോറിയല്ലേ ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് KSUവിന്റെ പ്രതി ആവർത്തി ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ചർച്ചയ്ക്കകത്തിരുന്ന് സിസ തോമസ് ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ സിസ തോമസ് മറുപടി പറയണം. RSSകാർ അവരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ RSSകാർ മറുപടി പറയണം. ഇന്ന് സിസ തോമസിനെ പിന്തുണച്ച് പ്രസ്താവന നടത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പറയണം. സിസ തോമസിന് അന്തിമോപചാരം അർപ്പിച്ച് അവിടെ ശവമഞ്ചം തയ്യാറാക്കി SFI യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറയാൻ SFI സംസ്ഥാന പ്രസിഡന്റ് ഞാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, സിസ തോമസിന് ശവമഞ്ചം SFI ഒരുക്കിയിട്ടില്ലെങ്കിൽ, ഈ SFIക്കെതിരായി നടക്കുന്ന കുപ്രചരണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാൻ സിസ തോമസും ആ സിസ തോമസിന്റെ RSS അജണ്ട, ഏത് സമരങ്ങൾക്ക് മേൽ അപവാദ പ്രചരണം നടത്തി പൊളിക്കുക എന്ന RSS അജണ്ട പിന്തുടരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? ഞാൻ ഈ ചർച്ചയ്ക്കകത്ത് പരസ്യം വെല്ലുവിളിക്കുകയാണ്. കുട്ടികൾ, വിദ്യാർത്ഥികൾ അതായത് അവിടെ ശവമഞ്ചം ഒരുക്കിയത് സിസ തോമസിനാണ് എന്നൊരു വ്യാജ പ്രചരണം SFIക്ക് നേരെ ഉണ്ടായിരിക്കുന്നു എന്നത് ശരിയാണ്. അത് അങ്ങനെ SFI ചെയ്തു എന്ന് ഷമ്മാസും KSUവും കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ കരുതേണ്ടി വരുന്ന സാഹചര്യം എന്താണ് മാധു? ഈ പറഞ്ഞ വിക്ടോറിയ കോളേജിൽ ഇവർ കുഴിമാടം തീർത്തിട്ടില്ലെന്ന് ശിവപ്രസാദിന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാം ദൃശ്യങ്ങൾ സഹിതം കണ്ടാണല്ലോ ഈ പറഞ്ഞ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചത് SFI അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ SFI ആണ്, അതിന്റെ ബാക്കിയാണെന്നേ ഈ പറഞ്ഞ അങ്ങനെ ഒരു ഈ പറഞ്ഞ സിസ തോമസോ മോഹനോ കുന്നുമലോ എന്നല്ലല്ലോ. ഒരു അധ്യാപിക, ഒരു വൈസ് ചാൻസലർ, ആ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ അങ്ങനെ ഒരു പ്രതീകാത്മക ശവമഞ്ചം കൂടുന്നു. അത് കാണുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശിവപ്രസാദ് പറയട്ടെ. അതിപ്പോ നോക്കൂ, ശരിയാണ്, ഈ കരിയോയിൽ പ്രയോഗം അടക്കമുള്ള പലതരം ആരോപണങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കേസ് നോക്കൂ, ഇതിൽ
നാടക വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സംഭവം ഉണ്ടാകുന്നത്. 2 ലൈറ്റുകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ ശരിയാണ്, വിദ്യാർത്ഥികൾ അങ്ങനെ പെരുമാറുന്നുണ്ട്. പക്ഷെ അത് സിസാ തോമസിനുള്ള ശവമഞ്ചമാണ് എന്ന് അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു വ്യാജ പ്രചാരണത്തെ, അല്ലെങ്കിൽ പോട്ടെ വ്യാജം എന്ന് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു പ്രചാരണത്തെ KSU ആ നിലയ്ക്ക് അതിനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതീകാത്മകമായ സമരം നടത്തുന്നതിനകത്തൊന്നും, അല്ലെങ്കിൽ കൃത്യമായ സമരത്തിനകത്ത് 28 ദിവസവും 30 ദിവസവും എത്ര ദിവസമായാലും വിദ്യാർത്ഥികളുടെ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തുന്നതിനകത്തോ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രതീകാത്മകമായ രീതിയിലുള്ള, ഇത്തരം എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രതീകാത്മകമായി വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അത് ഇവരുടെ പൂർവ്വ പശ്ചാത്തലവും ഈ പറഞ്ഞ രീതിയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തത വരണമായിരുന്നു. ഇപ്പൊ എപ്പോഴാ ഇതിനകത്ത് ഇപ്പം ശിവപ്രസാദ് ഉൾപ്പെടെ മറുപടി പറയുന്നത്? ഈ പറഞ്ഞ സംഭവമൊക്കെ കഴിഞ്ഞ് പരാതി ഉൾപ്പെടെ ഉയർന്ന വിമർശനങ്ങൾ മുഴുവൻ കഴിഞ്ഞപ്പോൾ ഒരു ന്യായീകരണമായിട്ട് രംഗത്തിറങ്ങിയതാണ്. അങ്ങനെ കരുതാതിരിക്കാൻ കഴിയില്ലെന്ന് ഇവർ ഈ പറഞ്ഞ ഉന്നയിച്ചതിൽ ഏതെങ്കിലും കാര്യം. ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ശിവപ്രസാദ് വളരെ വളരെ അവിടെ അധ്യാപകരില്ല, അവരുടെ പരിമിതി എന്നൊക്കെ പറഞ്ഞു. ഇത്രയും വർഷം, ഈ 10 വർഷക്കാലം ശിവപ്രസാദിന്റെയും ഈ പറഞ്ഞ SFI നേതാക്കളുടെ സമരം എവിടെയായിരുന്നു? ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ഇന്നലെ ഈ പറഞ്ഞ UDF ഗവൺമെന്റും 1 മാസമായി വന്ന സിൻഡിക്കേറ്റും ഉണ്ടായപ്പോൾ ഉണ്ടായതാണോ? ഇതല്ലല്ലോ. ഈ പറഞ്ഞ VCയുടെ ഇല്ലാത്ത പ്രശ്നം ഞങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഈ പറയുന്ന പശ്ചാത്തല സൗകര്യവുമായി ബന്ധപ്പെട്ട് മുൻപ് അവിടെ പ്രതിഷേധവും സമരവും ഉണ്ടായിരുന്നോ? നിങ്ങളടക്കം പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ സമരവും പ്രതിഷേധവും ഉണ്ടായിരുന്നോ? എന്താ സംശയം? അവിടുത്തെ KSU ഉൾപ്പെടെയുള്ള KSU യൂണിറ്റ് കമ്മിറ്റി ഉൾപ്പെടെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ പരിഹരിച്ച വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി സൂചിപ്പിച്ച് കത്ത് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള സമരം നടത്തുന്നതിലേക്ക് ഉൾപ്പെടെ ഇതിപ്പോ ചില കൃത്യമായ ലക്ഷ്യത്തോടു കൂടി സമരം നടത്തും, അതിനകത്ത് പല താല്പര്യങ്ങളുണ്ടാവാം. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ മുഖവിലേക്ക് എടുക്കണം എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സംബന്ധിച്ചുണ്ട്. ശരി, ശ്രീപ്രസാദ് സമയത്തിൽ ഇടപെട്ട് വന്നതാണ്. ശ്രീ AK രാജിലേക്കാണ് പോകേണ്ടിയിരുന്നതും. അങ്ങനെയാണെങ്കിൽ പോലും അങ്ങയുടെ അവസരമായിരുന്നില്ല, ഡയറക്ടർ ഒരു വെല്ലുവിളി ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്. ശ്രീ ശിവപ്രസാദ്, അത് അങ്ങയുടെ സംഘടനയുടെ മുൻകാല ചരിത്രങ്ങൾ കൊണ്ട് വിശ്വസിക്കാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് ശ്രീ ഷമ്മാസ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് ഇടവേള എടുക്കാം പെട്ടെന്ന്. ഏതായാലും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥയൊന്നും പറയാതിരുന്ന വളരെ കരുതാതിരിക്കാൻ കഴിയുമോ എന്നാണ് KSUവിന്റെ പ്രതി ചോദിച്ചത്. അങ്ങനെ കരുതാതിരിക്കാൻ കഴിയാതെ പോകുന്നത് സംസ്കൃത സർവകലാശാലയിലെ ഈ വിദ്യാർത്ഥി വിഷയത്തിൽ KSU ഒരു പങ്കും നിർവഹിക്കാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾക്ക് ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ അങ്ങനെ പറയേണ്ടി വരുന്നത്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ, നിങ്ങൾ പരസ്യത്തിലേക്ക് പോകുന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രചരണം അവിടെ വന്നു. എന്താ പ്രചരണം? ഡ്രാമ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിങ്ങൾ തന്നെ ഇപ്പൊ ഉദ്ധരിച്ചു, അവരുടെ വർക്ക് ചെയ്യാത്തൊരു ലൈറ്റ്, ആ ലൈറ്റ് വർക്ക് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡ്രാമ സ്കൂളിലെ കുട്ടികളാണ്, തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്, അവരവതരിപ്പിച്ചൊരു നാടകമാണ്. സാധാരണഗതിയിൽ നമ്മളൊരു കോലം കത്തിച്ചാൽ ആ കോലം കത്തിക്കുന്ന ആളുടെ മുഖമോ ഫോട്ടോയോ പേരോ എങ്കിലും എഴുതി വെക്കില്ലേ? ആ ശവമഞ്ചം തയ്യാറാക്കി ആ ലൈറ്റ് അവിടെ വെച്ചതിനകത്ത് സിസാ തോമസിന്റെ ഒരു പടമോ പേരോ അവരെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്താ പ്രചരിപ്പിച്ചേ? RSS അജണ്ടയാണ് പ്രചരിപ്പിച്ചത്. എന്നിട്ടോ ഒറ്റ കാര്യം കൂടി പറയാൻ എനിക്ക് അവസരം തരണം. ഈ വിഷയം നടക്കുന്നത് 13-ാം തീയതി. 13-ാം തീയതി ഒരു FIR പോലീസ് എടുക്കുന്നുണ്ട് കേട്ടോ. 07-35/2026. ആ FIRനകത്ത് പറയുന്ന മനോഹരമായ ഒരു വാചകം, SFIക്കാർ സമരം നടത്തിയതിന്റെ ഭാഗമായി സിസാ തോമസിനെ വഴിയിൽ തടഞ്ഞു, അന്യായമായി സംഘടിച്ച വിദ്യാർത്ഥികളെ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷെ പിരിഞ്ഞു പോയില്ല, അവർക്കെതിരെ കേസെടുത്തു. എത്രാം തീയതി FIR? 13-ാം തീയതി FIR. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, നിങ്ങളുടെ പോലീസ് 13-ാം തീയതി സമരം സംബന്ധിച്ച് സത്യസന്ധമായി എടുത്ത FIR. സമരം ചെയ്താൽ പോലീസ് കേസ് വരും, ഞങ്ങൾക്ക് അതിനകത്തും തർക്കമില്ല. 16-ാം തീയതി ഒരു FIR എടുത്തു. പ്രിയപ്പെട്ട KSU പ്രതി ഒക്കുകയാണെങ്കിൽ ഗവർണർ അല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സാറിനെ ഒന്ന് ഓർമ്മിപ്പിക്കണം. കാര്യം എന്താണെന്നറിയോ? 13-ാം തീയതി അങ്ങയുടെ മന്ത്രിയുടെ പോലീസ് എടുത്ത അതേ FIR എടുത്ത അതേ പോലീസുകാരൻ അതേ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു FIR എടുത്തിട്ടുണ്ട്, നമ്പർ 0744/26. അതിൽ പറയുന്നത് സിസാ തോമസിനെ SFIക്കാർ ഉപദ്രവിച്ചു, സിസാ തോമസിനെ SFIക്കാർ ആക്രമിച്ചു, ക്രൂരമായി SFIക്കാർ മാരകായുധങ്ങൾ വെച്ച് ആക്രമണം നടത്തി. എന്തായി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക്, മീഡിയക്കാർക്ക്? സിസാ തോമസിന്റെ മുഖത്തൊരു മണ്ണ് നുള്ളിയിടുന്ന SFIക്കാരന്റെ ചിത്രം അന്ന് കിട്ടാതിരുന്നത്. അപ്പൊ ഇതാണ് പ്രശ്നം. ഗവർണർ വിളിച്ച് പറയുമ്പോ പോലീസ് സ്വയമിട്ട FIR പോലും മാറ്റി FIR തന്നെ തിരുത്തി പുതിയ FIR SFIക്കാരനെ അകത്തിടുമ്പോ പ്രിയപ്പെട്ട KSU പ്രതി, നിങ്ങൾ ഞങ്ങളോട് ശത്രുതാപരമായി പെരുമാറിക്കോ, ഞങ്ങളോട് ശത്രുത കാണിച്ചോ, ഞങ്ങളെ എതിർത്തോ, ഈ RSSന്റെ സമരം പൊളിക്കുന്ന അജണ്ടയ്ക്ക് നിങ്ങൾ എന്തിന് കേരളത്തിൽ കൂട്ടിയിരിക്കുന്നു? അതിന് നിങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളോട്, സംസ്കൃത സർവകലാശാല വിദ്യാർത്ഥികളോട് മാപ്പ് പറയേണ്ടതായി വരും. ഞാൻ പറയാം. ശരി, ഇടവേള.
ഡിബേറ്റ് വിത്ത് മാധു സജി.